ഒരുപക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ആഗ്രഹത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കും ഒരു ബെൻസ് ഒക്കെ മേടിക്കണം എന്ന് പറയും. അപ്പൊ ആ ഒരു ബെൻസ് സ്വന്തമാക്കിയിട്ടാണ് ജിതുവിടെ എത്തിയിരിക്കുന്നത്. ജിതു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇത് ഭയങ്കര ഒരു രസമുള്ള ഒരു ടൈമാണ്. സത്യത്തിൽ നമ്മൾ ഒരു ബെൻസ് ഒക്കെ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം എനിക്കറിയാം അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ജിതുവിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാനുള്ളൊരു കാര്യം, ശരിക്കും ഈ സ്വപ്നങ്ങൾക്ക് ഇത്രയും പവർ ഒക്കെ ഉണ്ടോ? നല്ലൊരു വാല്യുബിളായ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സ്വപ്നങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ശരിക്കും ജീവിക്കണം എന്നുള്ളൊരു വലിയൊരു ചിന്ത നമ്മളുണ്ടാവുന്നത്. നമുക്കൊരു ക്ലാരിറ്റി, നമുക്ക് ഇന്നത് വേണം, അച്ചീവ് ചെയ്യണം. സ്വപ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കുന്നതൊക്കെ ശൂന്യതയാണല്ലോ. ശൂന്യത നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. സ്വപ്നങ്ങളുള്ളവർക്ക് മാത്രമേ ലോകത്ത് നേടാൻ സാധിക്കുന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. സ്വപ്നങ്ങൾ വേണം, തീർച്ചയായിട്ടും. ജിതുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? ജിതുവിന്റെ ഒരു ബയോഡാറ്റ, പേഴ്സണൽ. ഓക്കെ, തീർച്ചയായിട്ടും. എൻ്റെ പേര് ജിതു, വീട് ബാലുശ്ശേരി. എൻ്റെ അച്ഛൻ ഇപ്പോൾ കൂടെ ഇല്ല, അച്ഛൻ മരണപ്പെട്ടു പോയി. അച്ഛൻ സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. അമ്മ എൻ്റെ ഹൗസ് വൈഫ്, വീട്ടിൽ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നു. പിന്നെ എനിക്കൊരു പെങ്ങളാണുള്ളത്. ശരിക്കും പറയാൻ സാധാരണ ഒരു ഫാമിലി, ഒരു വളരെ സാധാരണ ഒരു ഫാമിലി. അപ്പം ജീവിതത്തിൽ എന്താ പറയുക, നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അനുഭവിച്ച് വളർന്നൊരു കുട്ടിക്കാലമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ എന്തൊക്കെയോ നേടണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു വഴി ഇല്ലാതെ മുന്നോട്ട് വന്നു. അങ്ങനെ ഏതാണ്ട് 13 വർഷത്തോളം മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തു. ഈ സാലറിയിൽ ജീവിച്ചിട്ട് ഒരിക്കലും ഒരു സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പോകാത്തൊരു സമയം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫാമിലി. സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകനായി ജനിച്ച ഒരു വ്യക്തി. അവിടെ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ജിതുവിനെ കുറിച്ച് പറയുമ്പോഴേ പലപ്പോഴും നമ്മളിങ്ങനെ പ്രോഗ്രാമിലും മീറ്റിങ്ങിലൊക്കെ നമ്മളൊരു ടാഗ് ലൈൻ പോലെ പറയുന്ന ഒരു കാര്യം, 7,500 രൂപ ശമ്പളത്തിന് ജോലിക്ക് കയറിയ ജിതു ഇന്നൊരു മെർസിഡീസിന് ഓണറായിട്ട് മാറി. അപ്പൊ സാധാരണ ഞാനും കാർ ഫീൽഡിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കാർ സെയിൽസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഡീലർഷിപ്പിൽ നിന്നൊരു കാർ മേടിക്കുക എന്നുള്ളതാണ് മാക്സിമം ഒരു ഡ്രീം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ജിതു ശരിക്കും ഒരു മെർസിഡീസ് ഡ്രീം ചെയ്യും. അപ്പോൾ ശരിക്കും എപ്പോഴാണ് അങ്ങനെ ഒരു മെർസിഡീസ് ഒക്കെ വേണം എന്നുള്ളൊരു ഡ്രീം? ഓക്കെ, മെർസിഡീസ് വേണമെന്നുള്ളത് ഞാൻ കാറിന്റെ സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളിപ്പോൾ കാറിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത കാറിനൊക്കെ പറയുകയാണെങ്കിൽ ഒരു 20 ലക്ഷം 30 ലക്ഷം കാറൊക്കെയാണ് നമ്മുടെ, ഞാൻ ജനറൽ മോട്ടോഴ്സ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വലിയ കാർ എന്ന് പറയുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമുക്ക് ബെൻസ് എന്ന് പറയുന്ന ഒരു എംബ്ലം അല്ലെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ നമുക്ക് ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അന്നും ആഗ്രഹമുണ്ട് ബെൻസ് എടുക്കണം, പക്ഷെ അതിനൊരു വഴിയില്ല. മനസ്സിലായില്ല, നമ്മൾ സാധാരണ ഒരു കാർ സെയിൽസിൽ വർക്ക് ചെയ്യുന്നു, പക്ഷെ ഉള്ളിൽ കിടക്കുന്ന ഡ്രീം ഇങ്ങനെ ബെൻസ് എടുക്കണം, പക്ഷെ അതിന് വഴിയില്ല. അതിന് വഴി ഉണ്ടാക്കി തന്ന യാതൊരു സംശയമില്ല. അത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മോദിക്കർ ബിസിനസ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, സ്പെഷ്യലി മോദിക്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അത് കാണാനുള്ള, ആ സ്വപ്നം കാണാനുള്ള ഒരു വലിയ കരുത്ത് നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. കാരണം ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും ഇങ്ങനെ ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഡ്രീം ഉണ്ട്, പക്ഷെ അതിനുള്ള വേ ഇല്ല, വഴിയില്ല. അപ്പൊ നമ്മളിങ്ങനെ സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ഇതാണല്ലോ ഒരു 98% ആളുകൾ സംഭവിക്കുന്നത്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മെർസിഡസ് ആണെങ്കിലും BMW ആണെങ്കിലും സ്വപ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാകില്ല. പക്ഷെ അവർക്കത് നേടാനുള്ള വഴിയില്ല. അതിനുള്ള വഴിയാണ് ശരിക്കും നമ്മുടെ ബിസിനസ് നമുക്ക് ശരിക്കും തുറന്നു തരുന്നത്. ഡയറക്ട് സെല്ലിംഗ്, എസ്പെഷ്യലി മോദിക്ക്. ഈ ബെൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാവരും പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. അതായത് എന്താ പറയാ, നമ്മൾ പറയാറുണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് അവരൊക്കെ കണ്ടോണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഒന്നൊന്നര തള്ളല്ലേ അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷെ അത് എന്റെ ഉള്ളിൽ ഒരിക്കലും അത് തള്ളല്ല. ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ വാല്യൂ എനിക്കറിയാം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരിക്കലും എന്താ പറയുക നിസാരക്കാരെ കൂടെയല്ല. സാറിനെ പോലെ, ഇഷാ സാറിനെ പോലത്തെ, ദിനേശ് സാറിനെ പോലത്തെ, എന്റെ ലീഡർ ജി സാറിനെ പോലത്തെ, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ വാല്യൂ. അപ്പൊ സാറിന്റെ ഒരുപാട് ട്രെയിനിങ്സ് നമുക്ക് ഒരുപാട് പേഴ്സണലി നമുക്ക് എന്താ പറയാ മെന്റൽ ഒരു മൈൻഡ് പവർ നമുക്ക് ഉണ്ടായി തന്നിട്ടുണ്ട്. സാറ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ സ്വപ്നം എന്താ പറയുക, നമ്മളിപ്പം ഈ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അഫർമേഷൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്താൽ കാറ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കും ഒരു കാലം സംശയം ഉണ്ടായിരുന്നു. സാറിന് പല ട്രെയിനിങ്ങിൽ ഇരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഇത് ചെയ്താൽ ഇത് കിട്ടും, യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും നമ്മുടെ മനുഷ്യന്റെ അപാരമായിട്ടുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആയിരക്കണക്കിന് ആളുകളോട് നമ്മൾ നിരന്തരം ട്രെയിനിങ്ങിലൂടെയും അല്ലാതെ എന്നൊക്കെ പറയാം. അപ്പൊ പലപ്പോഴും പല ആളുകളും ഇതൊക്കെ വെറും ചുമ്മാ നമ്മൾ പറയുക എന്നുള്ളതാണ് പലരും എടുക്കുന്നത്. പലർക്കും ഇത് അറിയില്ല, ഇതിന്റെ പവർ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് അതൊരു വ്യക്തി ഏറ്റെടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി
ഐ പ്രൗഡ് ഓഫ് യു.